വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്യൂബ് ബൈറ്റ്സ്. ഇന്ന് നല്ല സോഫ്റ്റായിട്ടുള്ള ബട്ടർ കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഞാൻ സാധാരണ വീട്ടിലുണ്ടാക്കാറുള്ള കേക്കാണിത്. നല്ല സോഫ്റ്റുമാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് ഈ കേക്ക്. അപ്പോൾ ഈ കേക്ക് നല്ല സോഫ്റ്റായിട്ടിരിക്കാനും പെർഫെക്റ്റ് രുചിയിൽ ഉണ്ടാക്കാനുള്ള ടിപ്സും ട്രിക്സൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. കേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു അരിപ്പ് വെച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ നിറച്ച് വേണ്ട ലെവൽ ചെയ്തിട്ട് ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പും ചേർത്ത് ഈ മൈദ ഒന്ന് നന്നായി അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത മൈദയുടെ മിക്സ് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു ബോൾ എടുത്തിട്ട് 2 മുട്ടയുടെ എഗ് വൈറ്റും എഗ് യോക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എഗ് വൈറ്റിലേക്ക് എഗ് യോക്കിൻ്റെ ഭാഗങ്ങളൊന്നും വീഴരുത്. അപ്പോൾ എഗ് വൈറ്റ് നന്നായിട്ട് പതപ്പിച്ചെടുത്ത് കേക്കിൻ്റെ മിക്സിൽ ചേർത്താൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എഗ് യോക്ക് വീണ് കഴിഞ്ഞാൽ എഗ് വൈറ്റ് നന്നായിട്ട് പതഞ്ഞ് വരില്ല. അപ്പോൾ എഗ് യോക്കും എഗ് വൈറ്റും ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എഗ് വൈറ്റ് നമുക്ക് ഇതുപോലുള്ളൊരു ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. മുട്ടയുടെ വൈറ്റ് ഹാൻഡ് വിസ്ക് വെച്ച് പതപ്പിച്ച് തുടങ്ങാം. ഏകദേശം ഒരു 10 മുതൽ 12 മിനിറ്റ് എടുക്കും ഈ മുട്ടയുടെ വൈറ്റ് നന്നായിട്ട് പതഞ്ഞ് കിട്ടാനായിട്ട്. ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് പതപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഇത് ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 11 മിനിറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കമഴ്ത്തി നോക്കിയാലും ഇതിൽ നിന്ന് മൂവ് ചെയ്യില്ല. അതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി നമുക്ക് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ബട്ടറാണ്, ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് പുറത്ത് വയ്ക്കുക. അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് ക്രീം ചെയ്യാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ ബട്ടറിൻ്റെ കളറ് യെല്ലോ കളറാണ്. അപ്പോൾ ഈ ബട്ടറിൻ്റെ കളറ് വൈറ്റ് കളറാവുന്നതുവരെ, നല്ല ക്രീമി ടെക്സ്ചർ ആവുന്നതുവരെ ക്രീം ചെയ്തെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം തന്നെ എടുക്കും ഹാൻഡ് വിസ്ക് വെച്ച് നമ്മൾ ക്രീം ചെയ്തെടുക്കുമ്പോൾ. ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നല്ല വൈറ്റ് കളറായിട്ട് നല്ല ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടും. അപ്പോൾ നമുക്കത് നന്നായിട്ട് ക്രീം ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവുണ്ടാവും, യെല്ലോ കളറായിരിക്കുന്ന ബട്ടർ വൈറ്റ് കളറായിട്ട് മാറിയിട്ടുണ്ട്, നല്ല ക്രീമി ടെക്സ്ചറായിട്ട് വരുന്നുണ്ട്. സ്പാച്ചിൽ ഉപയോഗിച്ച് ഒന്ന് സൈഡ്സൊക്കെ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന എഗ് യോക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് ഈ സ്പാച്ചിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ മിക്സിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ 1/2 കപ്പ് പാല് കാച്ചി തണുപ്പിച്ചത് റൂം ടെമ്പറേച്ചറിലായിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. അത് ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാതെ ആദ്യം 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കേക്കിൻ്റെ ബാറ്റർ കുറച്ച് ലൂസായി വരും. അതിന് ശേഷം നമുക്ക് മൈദയുടെ മിക്സ് എടുത്ത് അതിൽ നിന്ന് 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് മിക്സ് ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് അടിച്ച് പതപ്പിച്ച് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് കുറച്ച് ചേർത്ത് കേക്കിന് ബാറ്റർ ഫോൾഡ് ചെയ്തെടുക്കുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇതിൽ എയർ ഇൻകോർപ്പറേറ്റ് ചെയ്തത് പോവാത്ത വിധത്തിൽ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ള മൈദയുടെ മിക്സും കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് പാലും മുട്ടയുടെ വൈറ്റ് പതപ്പിച്ച് വെച്ചിരിക്കുന്നതും ഒന്ന് ഇടവിട്ട് ചേർത്ത് മാവ് റെഡിയാക്കിയെടുക്കുക. കേക്കിൻ്റെ ബാറ്റർ ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അധികം ലൂസും അല്ല, അധികം ടൈറ്റും അല്ല. ഇനി കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ബട്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് നന്നായിട്ടൊരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ഗ്രീസ് ചെയ്യുക. അതിൻ്റെ മേലെയായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിന് മേലെയും നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മേലെ കുറച്ച് മൈദ ചേർത്തൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു സ്ക്വയർ വെച്ച് ഇതുപോലെ ചെയ്ത് ബാറ്ററിലെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയാം. വീണ്ടും 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 170 ഡിഗ്രിയിൽ ആദ്യത്തെ 15 മിനിറ്റും 160 ഡിഗ്രിയിൽ പിന്നത്തെ 10 മിനിറ്റും ടോട്ടലായിട്ട് 25 മിനിറ്റ് ബേക്ക് ചെയ്ത് പുറത്തെടുത്തു. ഒരു സ്ക്വയർ വെച്ച് കുത്തി നോക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. നമുക്ക് ചൂടാറിയതിന് ശേഷം ഈ കേക്ക് കട്ട് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ ഇതുപോലെ എക്സ്ട്രാ കുറച്ച് നീട്ടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അൺമോൾഡ് ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും. ഇനി ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. ബട്ടർ പേപ്പർ മാറ്റി നമുക്ക് കട്ട് ചെയ്യാം. ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഇതിൻ്റെ സോഫ്റ്റ്നെസ്. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റിലുള്ള കേക്കാണിത്.
സാധാരണ ഇങ്ങനത്തെ കേക്ക് എനിക്ക് ബേക്കറിയിൽ നിന്ന് അങ്ങനെ കിട്ടാറില്ല. ഇതുപോലെ പ്ലെയിൻ കേക്ക് കിട്ടാറുണ്ട്, പക്ഷേ ഈ ഒരു ടേസ്റ്റിലും ഈ ഒരു സോഫ്റ്റ്നെസ്സിലും കേക്ക് കിട്ടാറില്ല. ഈ റെസിപ്പി ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്, നല്ല സോഫ്റ്റ് ഫ്ലഫി കേക്കാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഫോളോ ചെയ്യാനും മറക്കല്ലേ. നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക് യു.